നമ്മളെയൊക്കെ ഒരുമിപ്പിക്കുന്ന ഒരു ഘടകം ഏതാണ്? ക്ഷേത്രമാണ്. എങ്ങനെ? എന്റെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേട്ടിരിക്കുന്നു. എന്താ അതിന്റെ കാരണം? ഞാൻ വന്നിരിക്കുമ്പം നിങ്ങൾ ധരിക്കുന്ന വസ്ത്രമല്ല ഞാൻ ധരിച്ചിരിക്കുന്നത്. ആണോ? അല്ല. മറിച്ചെന്താ? ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം കാവ്യാണ്. ആ കാവ്യ വസ്ത്രം കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്ത് പ്രതിബിംബിക്കും? ഒരു ആത്മീയത പ്രതിബിംബിക്കും, ഇല്ലേ? അതുപോലെ തന്നെ വൈദിക ശ്രേഷ്ഠത ധരിക്കുന്നത് അവരുടെ വസ്ത്രവും, ഇല്ലേ? ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചലനത്തെ ഉണ്ടാകും. ക്ഷേത്രം, വൈദിക കർമ്മങ്ങള്, അതിൻ്റെ അനുഷ്ഠാനങ്ങള്, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ മാറ്റിമറിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ശ്രീ ശിവൻ എന്ന് ഉപയോഗിക്കാതെ ശിവനെ മംഗളകാരി എന്ന് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളെ നമുക്ക് ഐശ്വര്യപൂർണമായി നിലകൊള്ളുന്നു. മനസ്സിലായോ? ഒരിക്കലൊരു സ്വാമിയുടെ അടുക്കൽ ഒരച്ഛനും മകനും കൂടെ ചെല്ലുക. അപ്പൊ എന്നും ഇങ്ങനെ അച്ഛനോടൊപ്പം മകൻ ചെന്നിയെന്ന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സ്വാമി പറയുന്നത് അച്ഛനും കേൾക്കും മകനും കേൾക്കും. ഈ കുട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. വളരെ അധ്വാനമൊന്നും വേണ്ട. വേണ്ട അധ്വാനിക്കേണ്ടവർക്ക് പ്രത്യേകിച്ച് ജോലി ഒന്നും ചെയ്യേണ്ട, കിടന്നുറങ്ങുക, ഭക്ഷണം കഴിക്കുക, മടിയില്ലെങ്കിൽ പഠിക്കുക, അല്ലേ? വേറെ ഒരു പണിയില്ല. അപ്പൊ അവരുടെ ജീവിതം എന്തുവാ? അവർ ഒന്നിനെ കുറിച്ചും അറിയാത്തത് കൊണ്ടും അതിനുവേണ്ടി പ്രയത്നിക്കാത്തത് കൊണ്ട് അവരുടെ ജീവിതം ആനന്ദകരമാണ്. അവര് ധരിക്കുന്ന വസ്ത്രമോ അവരുപയോഗിക്കുന്ന വില കൂടിയ വസ്തുക്കളോ ഒന്നും തന്നെ അവരധ്വാനിച്ചതല്ല. പിന്നെ ആരായിരിക്കും? മാതാപിതാക്കൾ. അധ്വാനിക്കാതെ എല്ലാം ലഭിക്കുന്നത് കൊണ്ട് കുട്ടിക്കാലം ആനന്ദകരമാണ്. നിങ്ങളുടെ കുട്ടിക്കാലം എടുത്തു വെച്ച് നോക്കിയാൽ മതി. ഈ അച്ഛനും മകനും സ്വാമിജിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരു ദിവസം ഈ കുട്ടിക്ക് ഈ ആനന്ദകരമായ ജീവിതം കണ്ടിട്ട് സ്വാമിജിയോട് പറഞ്ഞു, എനിക്ക് വളരെ കാലം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ പറഞ്ഞത്? വളരെ കാലം. കുട്ടികളെല്ലാം അങ്ങനെ പറയും, വളരെ കാലം ജീവിക്കണമെന്ന് പറയും. ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞില്ല. ഞാൻ പറയാൻ പോകുന്ന ശ്രദ്ധിച്ച് കേട്ടുള്ളൂ. ഉടനെ അതിനെന്ത് ചെയ്യണമെന്ന് സ്വാമിജിയോട് ചോദിച്ചു. അപ്പൊ സ്വാമിജി പറഞ്ഞു, കല്യാണം കഴിച്ചു. ദീർഘകാലം ജീവിച്ചിരിക്കാൻ എന്ത് വേണം? കല്യാണം കഴിച്ച. ദീർഘായുസായിട്ട് ഇരിക്കണമെന്നാണ് കുട്ടി ആഗ്രഹിച്ചത്. എത്രയോ കാലം ഇരിക്കാവോ അത്രയും കാലം ഇതേപോലെ സന്തോഷത്തോടെ ഇരിക്കും. ഉടനെ സ്വാമിജി പറഞ്ഞ് കല്യാണം കഴിച്ചാൽ മതി. അപ്പൊ ഉടനെ ആ കുട്ടി വെച്ച്, കല്യാണം കഴിച്ച സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ദീർഘായുസ് ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പൊ സ്വാമിജി പറഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ആ കല്യാണം കഴിക്കാൻ പറഞ്ഞതോ? അവൻ പറഞ്ഞു, ദീർഘായുസ് വേണമെന്നുള്ള ആഗ്രഹം കല്യാണം കഴിച്ചാൽ പറ്റുമോ? ആര് പറഞ്ഞു? സ്വാമി പറഞ്ഞു. നിങ്ങളുടെയൊക്കെ അനുഭവം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാലാഭാഗത്തൊക്കെ വ്യത്യാസം ഉണ്ടാകണം. ഒരു കുട്ടിയുടെ മനസ്സിൽ ആയുസ് വേണമെന്നും പറഞ്ഞ് ചെന്നപ്പോ സ്വാമിജിയുടെ ഒരു ഉപമയാണ്. കല്യാണം കഴിക്കാത്ത സ്വാമി പറഞ്ഞു കൊടുക്കുകയാണ്, എന്താ? കല്യാണം കഴിച്ചാൽ മതി. എന്ത്? ദീർഘായുസ് കിട്ടുകയല്ല, ദീർഘായുസ് വേണമെന്നുള്ള ചിന്തയേ പോകും. അതിന്റെ അർത്ഥം എന്താ? വിവാഹ ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ആനന്ദകരം അല്ല. അത് ആനന്ദമാക്കിയെടുക്കേണ്ടത് ഒരു വ്യക്തിയല്ല, അതിനെയാണ് കുടുംബം എന്ന് പറയുക. അവിടെ ഒരു വ്യക്തി എന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്താണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അത് കുടുംബമല്ല. ഭാര്യ ഭാര്യയുടേതായ തലത്തിൽ നിൽക്കുന്നു, ഭർത്താവ് ഭർത്താവിൻ്റെതായ തലത്തിൽ നിൽക്കുന്നു. അതിനിടയ്ക്ക് വൈരുദ്ധ്യമായ അച്ഛൻ്റെ അമ്മയുടെയും ജീവിതത്തിനിടയ്ക്ക് എന്ത് ശരിയെന്നറിയാതെ പകച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയുള്ള തലത്തിൽ കുടുംബം എന്ന് പറയുന്നത് നമുക്ക് താലി കഴുത്തിൽ ചാർത്തിയിരിക്കുന്നു, മോതിരം അണിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നമുക്കുള്ളത് കൊണ്ട് പരസ്പര സ്നേഹമാണ് മനുഷ്യനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. എന്താണ് ബന്ധിപ്പിക്കുന്നത്? സ്നേഹമാണ്. ആ സ്നേഹം എങ്ങനെ ഉണ്ടാകും? ഞാൻ പറയുന്നു, ഈശ്വരഭക്തിയിൽ നിന്നാണ് സ്നേഹം ഉദിക്കുക.
ബാക്കിയുള്ള സ്നേഹമൊക്കെ ശരീരബദ്ധമാണ്. നിങ്ങൾ ആലോചിച്ചത്, ഒന്നീ സമ്പത്ത്, അല്ലേ ശരീരം. ഇതിലേതിനെങ്കിലും മോഹിച്ചുകൊണ്ടുള്ള സ്നേഹമാണ് പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നത്. മറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് വീട്ടിൽ നിലവിളക്കുകൾ കൊളുത്തി വെച്ച് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്നവരായിരിക്കുക. ഭാര്യ എന്ന് പറയുമ്പോൾ മക്കളെയും അച്ഛനെയും കുടുംബക്കാരെയൊക്കെ സ്നേഹിക്കുന്ന സ്ത്രീയായിരിക്കുക. ഭർത്താവ് എന്ന് പറയുമ്പോൾ മക്കളെയും ഭാര്യയെയും അച്ഛനമ്മമാരെയും നോക്കുന്ന ആളായിരിക്കുക. ഇങ്ങനെയൊക്കെ മാതൃകകളായി ജീവിക്കുന്ന പുരുഷനും സ്ത്രീയും എവിടെ വസിക്കുന്നോ അവിടെ ഏറ്റവും ശ്രേഷ്ഠം. അവിടെ ആരുണ്ടാവും? ഈ കുടുംബക്ഷേത്രത്തിലെ ദേവത നിങ്ങളുടെ വീട്ടിലേക്ക് വരും. എന്തുകൊണ്ട്? അവിടെ അത്രയും ഐശ്വര്യപൂർണ്ണമാണ്. നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്, നമ്മളിൽ നിന്ന് ഇല്ലാത്തത് ഏതാണത്? പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവുമാണ്. എല്ലാ അമ്പലങ്ങളിലും പോകുന്നുണ്ട്, എല്ലാ പ്രാർത്ഥനയും ചൊല്ലുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിനെ നന്നാക്കാതെ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ടും കാര്യമില്ല. പണ്ടുള്ളവര് പറയുമായിരുന്നു, കണ്ണന്റെ നാമങ്ങൾ ചൊല്ലിയാൽ ഞങ്ങൾക്ക് കണ്ണുനീർ ധാരയായി വന്നു പോകും. അമ്പാടിയും പിന്നെ വൃന്ദാവനങ്ങളും ഗോകുലവും ഞങ്ങൾ ഓർത്തു. ഇത്